ഇന്നത്തെ എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ബർണർ വൃത്തിയാക്കലാണ്. അപ്പോൾ അത് വൃത്തിയാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബർണർ മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം എടുക്കണം. പിന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഹാർപ്പിക്കാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഹാർപ്പിക്കാണ് കേട്ടോ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇരിക്കുന്നത്. പിന്നെ ഈ ബർണർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തീ കത്തിക്കുക. തീ കത്തിച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ. തിളച്ച് വരുമ്പോഴത്തേക്കും ഈ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പാല് പതഞ്ഞ് പോകുന്നത് പോലെ ഇത് പൊങ്ങി വെളിയിലും അവിടെ ഇവിടെ ആയി ആകെ നാശകൊടാലിയായിപ്പം. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടുതലൊന്നും വേണ്ട, 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അങ്ങ് നമ്മൾ അതിൽ തന്നെ വെക്കുക. വെച്ചതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ നമ്മൾ ഇത് എത്ര നേരം എടുക്കുമെന്ന് ഒന്ന് തണുത്ത് വരാൻ വേണ്ട, അല്ലെങ്കിൽ നമ്മൾ കൈ പൊള്ളത്തില്ലേ, ഒരു ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ നമുക്കിതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം ചെറിയ ചൂടാണ്, നമുക്ക് കൈ പിടിക്കത്തക്ക രീതിയിലുള്ള ചൂടാകുമ്പോൾ നമുക്കറിയാമല്ലോ. ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് അതെടുത്തതിന് ശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങളിത് കണ്ടിട്ട് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇനി നിങ്ങൾ പറയുമായിരിക്കും ചിലപ്പോൾ കരി തേച്ചിട്ട് കൈ കൊണ്ട് ഉരച്ച് കളയുന്നതായിരിക്കുമെന്ന്. അല്ല, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ട്രസ്റ്റ് മീ ഗൈസ്, ഇത് നല്ല 100% സക്സസ് ആവുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഇതേപോലെ കൈ കൊണ്ട് ഉരസുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇടത്തെ കൈ വെച്ചാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്ക്രബ്ബർ വെച്ച് ഉരയ്ക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റില്ല. പിന്നെ ലാസ്റ്റ് ജസ്റ്റ് നമ്മുടെ സ്ക്രബ്ബർ വെച്ചും കൂടെ ഒന്ന് ഉരച്ചെടുക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് വൃത്തിയാകുകയും ചെയ്യും. നല്ലതുപോലെ ഫ്ലെയിം വരികയും ചെയ്യും കേട്ടോ. നല്ല അടിപൊളി ടിപ്പാണിത്. ഇതാരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മളിപ്പോൾ ഇനി ഒരു ബർണറും കൂടെ ബാക്കിയുണ്ടല്ലോ, അത് വേണമെങ്കിൽ ഇതുപോലെ ഇട്ട് തിളപ്പിക്കണം. നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന ആ വെള്ളമില്ലേ, അതിലേക്ക് മുക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഉരച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ബൈ.